ഹലോ, എല്ലാവർക്കും ബാക്ക് ടു സ്റ്റഡി സ്ക്വയറിലേക്ക് സ്വാഗതം. HSA ഇംഗ്ലീഷിന് അപ്ലൈ ചെയ്ത് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. 2022 ഫെബ്രുവരി മാസം മുതൽ വിവിധ വിഷയങ്ങളിൽ HSA എക്സാമുകൾ നടക്കുകയാണ്. മാർച്ച് മാസത്തിലാണ് HSA ഇംഗ്ലീഷ് എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ മാർച്ച് മാസത്തെ PSCയുടെ കലണ്ടർ വന്നിരിക്കുകയാണ്. മാർച്ച് മാസത്തിൽ HSA ഇംഗ്ലീഷ് എക്സാം ഇല്ല. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്കുള്ള ഒരു സംശയമാണ്, ഇനി പഠിച്ചാൽ HSA ലഭിക്കുമോ? എൻ്റെ അഭിപ്രായത്തിൽ ഇനി ഇങ്ങനെ ചിന്തിച്ചു നിൽക്കാനാണ് നമുക്ക് നേരമില്ലാത്തത്. ഇന്നു തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങണം. കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി സിലബസ് അനുസരിച്ച് പഠിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് HSA ലഭിക്കും. ഇന്ന് തൊട്ട് നമുക്കും സ്വപ്നം കണ്ടു തുടങ്ങാം. HSA ഇംഗ്ലീഷ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിൽ കിട്ടുന്ന ആ ദിനം. നിങ്ങൾക്കൊപ്പം ചേർന്നിരുന്നു പഠിക്കാൻ ഇനി ബാക്ക് ടു സ്റ്റഡി സ്ക്വയറും കൂടെയുണ്ട്. HSA ഇംഗ്ലീഷ് സിലബസ് പ്രകാരമുള്ള ക്ലാസുകൾ നിങ്ങൾക്കും ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇടിച്ചു പൊട്ടിക്കുക. കൂടാതെ ക്ലാസുകൾ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ കൂടി മറക്കരുത്. ഇനി നമുക്ക് HSA ഇംഗ്ലീഷ് സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. സിലബസിൽ പാർട്ട് A, പാർട്ട് B എന്നീ 2 ഭാഗങ്ങളായിട്ടാണ് ഉള്ളത്. പാർട്ട് A 20 മാർക്കിനും പാർട്ട് B 80 മാർക്കിനുമാണ് എക്സാം ഉണ്ടാവുക. പാർട്ട് Aയിൽ 3 മൊഡ്യൂളുകളാണ് ഉള്ളത്. റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്, മൊഡ്യൂൾ 2 ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയേഴ്സ്, മൊഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്. ഇനി ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് നോക്കാം. ഹിസ്റ്ററി, കൺസെപ്ച്വൽ ഡെവലപ്മെൻറ്റ്, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്, മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ദ സബ്ജക്റ്റ്, കോറിലേഷൻ വിത്ത് അതർ സബ്ജക്ട്സ് ആൻഡ് ലൈഫ് സിറ്റുവേഷൻസ്, എയിംസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ടീച്ചിങ്, ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ഓൾഡ് ആൻഡ് റിവൈസ്ഡ്, പെഡഗോജിക് അനാലിസിസ്, നീഡ്, സിഗ്നിഫിക്കൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, പ്ലാനിംഗ് ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് സെക്കൻഡറി ലെവൽ, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, psychological basis of teaching the subject, implications of Piaget, Bruner, Gagne, Vygotsky, Ausubel and Gardner, individual difference, motivation, maxims of teaching, methods and strategies of teaching the subject, models of teaching, techniques of individualizing instruction. Curriculum, definition, principles, modern trends and organizational approaches, curriculum reforms, NCF, KCF. Instructional resources, laboratory, library, club, museum, visual and audiovisual aids, community-based resources, e-resources, textbook, workbook and handbook. Assessment, evaluation, concept, purpose, types, principles, modern techniques, CCE and grading, tools and techniques, qualities of a good test, types of test items, evaluation of projects, seminars and assignments, achievement test, diagnostic test, construction, characteristics, interpretation and remediation, teacher, qualities and competencies, different roles, personal qualities, essential teaching skills, micro teaching, action, research. ഇനി പാർട്ട് B നോക്കാം. ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗം. കാരണം നമ്മുടെ ലിറ്ററേച്ചറിൻ്റെ ഭാഗമാണ്. ഇതിലാണ് 80 മാർക്കുള്ളത്. പാർട്ട് Bയിൽ മൊഡ്യൂൾ 1 പോയട്രി ആണ്. അതിൽ ഫസ്റ്റ് വൺ ഷേക്സ്പിയറിൻ്റെ സോണറ്റ് 121, ഡണ്ണിൻ്റെ എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്, മിൽട്ടൺ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, തോമസ് ഗ്രേയുടെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്. അടുത്തത് വേർഡ്സ്വർത്തിൻ്റെ ടിൻഡേൺ അബി, ഷെല്ലിയുടെ ടു എ സ്കൈലാർക്ക്, ജോൺ കീറ്റ്സിൻ്റെ ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏൺ, ടെന്നിസൻ്റെ യുലൈസസ്, ബ്രൗണിംഗ് മൈ ലാസ്റ്റ് ഡച്ചസ്, ആർണോൾഡിൻ്റെ ഡോവർ ബീച്ച്, W.B. Yeatsൻ്റെ എ പ്രെയർ ഫോർ മൈ ഡോട്ടർ, സിൽവിയ പ്ലാത്ത് ഡാഡി. ടാഗോർ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ,
നിസീം എസ്കിൽ, നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ, കമലാദാസ്, ആൻ ഇൻട്രൊഡക്ഷൻ, A.K. രാമാനുജൻ, ഒബിച്വറി, റോബർട്ട് ഫ്രോസ്റ്റ്, ഹോം ബറിയൽ എമിലി. ഡിക്കിൻസൺ, ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, വൊളിസോയിങ്ക, എ ടെലിഫോൺ കോൺവെർസേഷൻ, മീന അലക്സാണ്ടർ, ഹൗസ് ഓഫ് എ തൗസൻഡ് ഡോ, മാർഗരറ്റ് അറ്റ്വുഡ്, ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ, ഡേവിഡ് ഡയോബ്, ആഫ്രിക്ക, ജാക്ക് ഡാവിസ്, അബ് ഒറിജിനൽ ഓസ്ട്രേലിയ. ഇങ്ങനെ 23 പോയട്രിയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഇതിൽ മോസ്റ്റ് ഓഫ് ദ പോയട്രി നമ്മൾ ഡിഗ്രിക്കും PGക്കും ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുള്ളവയാണ്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡ്രാമയാണ്. അതിൽ ഫസ്റ്റ് ഡ്രാമ ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത്, ഷെറിഡൻ സ്കൂൾ ഫോർ സ്കാൻഡൽ, ഓസ്കാർ വൈൽഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ്, ഇബ്സൺ എ ഡോൾസ് ഹൗസ്, ഷാ പിഗ്മാലിയൻ, ജെയിംസ് സിഞ്ച് റൈഡേഴ്സ് ടു ദ സീ, സാമുവൽ ബെക്കറ്റ് വെയിറ്റിംഗ് ഫോർ ഗോഡോട്ട്, ആർതർ മില്ലർ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, ടെന്നസി വില്യംസ് ദ ഗ്ലാസ് ഓഫ് മെനേജറി, ഗിരീഷ് കർണാഡ് നാഗമണ്ഡല. ഡ്രാമാസ് മുഴുവനും വായിക്കാൻ ഇനി നിങ്ങൾക്ക് സമയമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റോറി മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എല്ലാ ക്യാരക്ടറിൻ്റെയും സ്വഭാവ സവിശേഷതകളൊക്കെ കൃത്യമായി പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ അതിലെ അവരുടെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കൊട്ടേഷൻസ് കൂടി ഒന്ന് നോക്കി വെക്കുക. മൊഡ്യൂൾ 3 പ്രോസ് ആൻഡ് ഫിക്ഷനാണ്. അതിൽ ഫ്രാൻസിസ് ബേക്കണിൻ്റെ ഓഫ് സ്റ്റഡീസ്, സ്റ്റീലിൻ്റെ ദ ട്രിംബറ്റ് ക്ലബ്, A.G. ഗാർണറിൻ്റെ ഓൺ ദ റൂൾ ഓഫ് ദ റോഡ്, E.M. ഫോർസ്റ്ററിൻ്റെ ഓൺ ടോളറൻസ്, ബെർട്രാൻഡ് റൂസലിൻ്റെ ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ, ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ഹ്യൂമാനിറ്റീസ് വേഴ്സസ് സയൻസ്, എമിലി ബ്രോൻ്റെ വിതറിംഗ് ഹൈറ്റ്സ്, ജോർജ് ഓർവെൽ ആനിമൽ ഫാം, ഹെമിംഗ്വേ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ, ശശി ദേശ്പാണ്ഡെ റൂട്ട്സ് ആൻഡ് ഷാഡോസ്, അരുന്ധതി റോയ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ടോണി മോറിസൺ ദ ബ്ലൂവസ്റ്റ് ഐ. ഇതിൽ നമുക്ക് ഒരുപാട് അറിയുന്നവയുണ്ട്. ഒരുപാട് നമ്മൾ ഡിഗ്രിക്കൊക്കെ ആയിട്ട് പഠിച്ചത് കുറച്ച് വർക്ക്സ് ഇതിലും ഉണ്ട്. മൊഡ്യൂൾ 4 ലിറ്റററി ക്രിറ്റിസിസം ആണ്. ഇതാണ് കൂടുതൽ പേർക്കും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ഭാഗം. ഇതിൽ പഠിക്കാനുള്ളത് ഇന്ത്യൻ എസ്റ്റിക്സിൽ വരുന്ന രസ, ധ്വനി, അരിസ്റ്റോട്ടിൽ പൊയറ്റിക്സ്, വേർഡ്സ്വർത്ത് പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സ്, കോളറിഡ്ജ് ബയോഗ്രാഫിയ ലിറ്ററേറിയ ചാപ്റ്റർ 14, അർണോൾഡ് സ്റ്റഡി ഓഫ് പോയട്രി, ഇലിയഡ് ട്രഡീഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ ടാലൻറ്റ്, സോഷ്യൽ നേച്ചർ ഓഫ് ദ ലിംഗ്വിസ്റ്റിക് സൈൻ, ഷോൾട്ടർ ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ്, ടേംസ് ആൻഡ് മൂവ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ ദ ലേറ്റസ്റ്റ് എഡിഷൻ ഓഫ് M.H. എബ്രാംസ്, എ ഗ്ലോസറി ഓഫ് ലിറ്റററി ടേംസ്, ക്ലാസിസിസം, നിയോ ക്ലാസിസം, റൊമാൻറ്റിസിസം, ഹ്യൂമനിസം, റിയലിസം, മാജിക്കൽ റിയലിസം, നാച്ചുറലിസം, സിംബലിസം, റഷ്യൻ ഫോർമലിസം, മാർക്സിസം, സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, ഡീകൺസ്ട്രക്ഷൻ, സൈക്കോ അനലിറ്റിക്കൽ ക്രിറ്റിസിസം, ഫെമിനിസം, പോസ്റ്റ് കൊളോണിയലിസം, മോഡേണിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം. ക്രിറ്റിസിസം ഭാഗത്തിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് കിട്ടുമെങ്കിൽ അത് വായിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ M.H. എബ്രാംസിൻ്റെ എ ഹാൻഡ് ബുക്ക് ഓഫ് ലിറ്റററി ടേംസ് എന്ന പുസ്തകം വായിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഒരുപാട് ലിറ്റററി ടേംസ് പരിചയപ്പെടാൻ നമുക്ക് ബുക്ക് വായിക്കുന്നതിലൂടെ സാധിക്കും. മൊഡ്യൂൾ 5 ലിംഗ്വിസ്റ്റിക്സ്, ഫോണറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ് ആണ്. അതിൽ ഫോണോളജി, മോർഫോളജി, സിൻടാക്സ്, സെമാൻറ്റിക്സ്, ലാങ് ആൻഡ് പരോൾ, കോമ്പിറ്റൻസ് ആൻഡ് പെർഫോമൻസ്, ഓർഗൻസ് ഓഫ് സ്പീച്ച്, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്, സ്ട്രെസ്, റിതം, ഇൻഡോനേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്, ലോൺ വേർഡ്സ്, ലാറ്റിൻ, സ്കാൻഡിനേവിയൻ, ഫ്രഞ്ച്, ഇന്ത്യൻ, ഇംഗ്ലീഷസ്, അമേരിക്കൻ, ഓസ്ട്രേലിയൻ, ഇന്ത്യൻ ആൻഡ് ആഫ്രിക്കൻ. മൊഡ്യൂൾ 6 മോഡേൺ ഇംഗ്ലീഷ് യൂസേജ് ആണ്. അതിൽ സെൻറ്റൻസ് കറക്ഷൻ, വൊക്കാബുലറി, സിനോണിംസ് ആൻഡ് ആനോണിംസ്, ഗിവ് വൺ വേർഡ്, കോമൺലി കൺഫ്യൂസ്ഡ് വേർഡ്സ്, ലാംഗ്വേജ് ഫങ്ഷൻസ് സച്ച് ആസ് എഗ്രിങ്, കംപ്ലൈനിങ് എക്സെട്ര, അപ്രോപ്രിയേറ്റ് വേർഡ് ഓർഡർ, അപ്രോപ്രിയേറ്റ് സെൻറ്റൻസ് ഓർഡർ, ഇഡിയംസ്, പാസേജ് ഫോർ കോംപ്രഹെൻഷൻ. ഇതിൽ വൊക്കാബുലറി നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സിനോണിംസ്, ആൻറ്റോണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ്, ഇതൊക്കെ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. മൊഡ്യൂൾ 7 ബേസിക് ഗ്രാമറാണ്. ഇതൊരു ഡിഗ്രി, BEd കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടെ
എളുപ്പമായിരിക്കും. കാരണം ആർട്ടിക്കിൾ, പ്രിപ്പോസിഷൻസ്, ക്ലോസ്, ടെൻസസ്, ഫ്രേസൽ വെർബ്സ്, കൺജങ്ഷൻസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, വോയിസ്, ക്വസ്റ്റ്യൻ ടാഗ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസ്, ഇതൊക്കെയാണ് ഈ ബേസിക് ഗ്രാമറിൽ വരുന്നത്. ഇതൊക്കെ നമ്മൾ ഒരുപാട് കാലങ്ങളായി പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഫ്രേസൽ വെർബ്സ് കുറച്ചുകൂടെ കൂടുതൽ ഫ്രേസൽ വെർബ്സ് കണ്ടെത്തി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഈ സിലബസിലെ ലാസ്റ്റ് മൊഡ്യൂളാണ് മൊഡ്യൂൾ 8, ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്. സ്കൂൾസ്, ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, കൺസ്ട്രക്റ്റിവിസം, സ്കിൽസ് ആൻഡ് സബ് സ്കിൽസ് ഓഫ് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ദാറ്റ് ഈസ് LSRW, ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ്, ക്രാഷൻ, മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ്, ഗ്രാമർ ട്രാൻസ്ലേഷൻ, ഓഡിയോലിംഗ്വൽ, ഡയറക്റ്റ് മെത്തേഡ്, സ്ട്രക്ചറൽ, ഓറൽ, സിറ്റുവേഷണൽ അപ്രോച്ച്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, ബൈലിംഗ്വൽ മെത്തേഡ്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചസ്, യൂസ് ഓഫ് AV aids and ICT, teaching of prose, poetry and grammar, testing and evaluation, learner types, teaching learners with disability, NCF, KCF on teaching of English. ഇതിലെല്ലാ പോയിൻറ്സും നമ്മൾ BEdൻ്റെ സമയത്ത് പഠിച്ചിരിക്കുന്ന പോയിൻറ്സാണ്. നമ്മുടെ അന്നേരത്തെ നോട്ട് തന്നെ ഇതിന് മതിയാകും. അപ്പോൾ നമ്മളിവിടെ HSC ഇംഗ്ലീഷിൻ്റെ കംപ്ലീറ്റ് സിലബസ് ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് സിലബസ് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ HSA നമുക്കുള്ളതാണ്. ഇനി വരാൻ പോകുന്ന 3 മാസം വളരെ നിർണായകമാണ്. മറ്റെല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ച് പഠനത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. മോർ ദാൻ ദാറ്റ് യു മസ്റ്റ് ഹാവ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ബിലീവ് ഇൻ യുവർ സെൽഫ്. യു വിൽ ബി എ ഹൈ സ്കൂൾ teacher. Thank you. Keep watching Back to Study Square for more useful videos. Thank you. Bye bye.